ഞാനൊന്നും പറയുന്നില്ല. 2 മാസം കഴിഞ്ഞാൽ രണ്ടിൻ്റെയും കല്യാണമല്ലേ? അതുവരെ നിനക്കൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ? അവൻ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചതും ഋഷു അവനെ നോക്കാനാവാതെ തല താഴ്ത്തി. അത് കണ്ടതും റോഷൻ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. അവളങ്ങനെ ഡെസ്പായി നിൽക്കുന്നത് കണ്ടതും അവർക്ക് രണ്ടുപേർക്കും വിഷമം വന്നു. ക്രിസ്റ്റി നേരെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ തോളിൽ കൂടി കൈയിട്ടു. അവൾ അപ്പോഴും തല കുനിച്ചു വെച്ച് നിൽക്കുകയായിരുന്നു. ക്രിസ്റ്റി മറു കൈകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അയ്യേ, എടാ റോഷ, നിന്റെ പെങ്ങളൊരു പുലിക്കുട്ടിയാണെന്നല്ലേ നിങ്ങൾ എപ്പോഴും പ്രസംഗിച്ച് പറയുന്നത്? എന്നിട്ട് ഈ ഒരു ചെറിയ നിസ്സാര കാര്യം വന്നപ്പോഴേക്കും ഇവള് ഡെസ്പായി പോയല്ലോ. ഇത്രയുള്ളോ നിങ്ങളുടെ പുലിക്കുട്ടിയുടെ ധൈര്യം? അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ തല ഉയർത്തി ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ കളിയാക്കുന്നത് പോലെ വാപൊത്തി ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഋഷു ദേഷ്യത്തോടെ അവൻ്റെ കൈ തൻ്റെ തോളിൽ നിന്നും വിടുവിച്ചിട്ട് അവനെ തല്ലാൻ തുടങ്ങി. അവൻ ഒരു ചിരിയോടെ അതൊക്കെ എതിർക്കാൻ ശ്രമിച്ചു. രണ്ടിൻ്റെ വഴക്ക് കണ്ട് റോഷൻ കൈകൾ മാറിൽ കെട്ടി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന്, കഥക് തുറന്നിടാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് അതൊന്നും കേൾക്കാതെ ചെയ്തിട്ട് അവരെന്തൊക്കെയാ പറഞ്ഞിട്ട് പോയെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയുള്ള പെണ്ണായിട്ടാണെന്നറിയോ അവരൊക്കെ ചിത്രീകരിച്ചത്? ഞാൻ അവരുടെ മുമ്പിൽ മോശക്കാരിയായിട്ട് മാറിയില്ലേ? അവൾ അവനെ പൊതിരെ തല്ലിക്കൊണ്ടിരുന്നു. എടി, അവന്മാരെ പോലെയുള്ളവർ വായി തോന്നുന്നത് എന്തും വിളിച്ച് പറയും. അതൊക്കെ കേട്ടിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ തിരിച്ച് സംസാരിക്കണം, പ്രതികരിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ തലേ കയറിയിരുന്ന് നിരങ്ങും. അവൻ അവളുടെ കൈകൾ രണ്ടും ബലമായി പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു. ചാച്ചൻ എന്നോട് പറഞ്ഞതാ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്. എന്നിട്ട് ചാച്ചൻ്റെ വാക്കുകൾ ധിക്കരിക്കുന്ന പോലെയല്ലേ ഞാനും ഇന്ന്. അവൾ വിഷമത്തോടെ റോഷന്റെ മുഖത്തേക്ക് നോക്കി. അവൾ അങ്ങനെ പറയുന്നത് കേട്ട് റോഷൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എടി, അത് ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. നിങ്ങളിങ്ങനെ പ്രണയിക്കുന്നതും സ്നേഹിക്കുന്നതും കാണാനാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ തന്നെയാ വേണ്ടതും. പക്ഷേ അതൊന്നും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടാകരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഞാൻ വേറെ ഒന്നും മോളോട് പറഞ്ഞില്ല. അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി തലയാട്ടി. വാടാ, അവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങി. ഇല്ലടാ, ഞാൻ വീട്ടിലേക്ക് പോവാ. കുറച്ചു നേരം ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. എന്നും രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും മാത്രമാണ് ആകെ ഇവളെയൊന്ന് കിട്ടുന്നത്. എനിക്കും തിരക്കായതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ ആക്കിയിട്ടങ്ങ് പോകും. അവളോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനോ എനിക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ തീരുമാനിച്ചത്. പക്ഷെ അതിങ്ങനെ ഫ്ലോപ്പായി പോവുകയും ചെയ്തു. നിങ്ങൾ പോയി ഫ്രഷ് ആകാൻ നോക്ക്, ഞാൻ ഇറങ്ങുവാ. അവൻ പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി. അത് കേട്ടതും ഋഷു അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവനൊരു ചിരിയോടെ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. റോഷൻ കൈകൾ മാറിൽ കെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സോറി ഇച്ചായ, ഞാൻ വിഷമം വന്നപ്പോൾ പറഞ്ഞതാ. എന്നോട് ദേഷ്യമായോ? അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്കെന്തിനാടി നിന്നോട് ദേഷ്യം? നിന്നെ മനസ്സിലാക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഇതിലുള്ള ഓരോ ചലനങ്ങൾ പോലും എനിക്കറിയാം. അപ്പം പിന്നെ നീ ഇങ്ങനെ പ്രതികരിച്ചതിനുള്ള കാരണവും എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. സാരമില്ല, ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ നീ മറന്നേക്ക്. ഇതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാതെ പോയി ഫ്രഷ് ആകാൻ നോക്ക്. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ രണ്ടുപേരോടും യാത്ര പറഞ്ഞതിന് ശേഷം തൻ്റെ കാറുമായി ഇറങ്ങി. അവൻ്റെ കാറ് ഗേറ്റ് കടന്നു പോകുന്നത് വരെ അവർ രണ്ടുപേരും അവിടെ നിന്നു. ശേഷം അകത്തേക്ക് കയറിപ്പോയി. ക്രിസ്റ്റി കാറുമായി അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി കുറച്ചും മുൻപോട്ട് പോയതും അവളുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി ആ 3-4 പേര് ഒരാളുമായി സംസാരിച്ച് നിൽക്കുന്നതാണ് അവൻ കണ്ടത്. പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന് മുഖം വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. അവൻ കാർ അവിടെ തന്നെ നിർത്തിയിട്ട് കുറച്ചുനേരം അവരെ നോക്കി നിന്നു. പെട്ടെന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്ന അവൻ തിരിഞ്ഞ് അവൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ അവൻ ജസ്റ്റ് തിരിഞ്ഞതും ക്രിസ്റ്റി അവൻ്റെ മുഖം വ്യക്തമായിട്ട് കണ്ടു. അവൻ ക്രിസ്റ്റിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ക്രിസ്റ്റി പുറകിലുള്ളത് അവനും കണ്ടിരുന്നില്ല. അവരോട് സംസാരിക്കുന്നത് കണ്ടതും ക്രിസ്റ്റിക്ക് ഒരു കാര്യം മനസ്സിലായി. ഋഷുവിൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും യാദൃശികമായി നടന്നതല്ല. അതെല്ലാം ഒരു പ്ലാനായിരുന്നു എന്ന് അവന് ബോധ്യമായി. പിന്നിൽ ആരാണെന്ന് കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കൈകൾ സ്റ്റിയറിങ്ങിൽ അമർത്തിപ്പിടിച്ച് അവൻ തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചിരുന്നു. പിറ്റേന്ന് പതിവ് പോലെ ഷീതു ഒരുങ്ങി റെഡിയായി താഴേക്ക് വന്നതും അവളെ കോളേജിൽ കൊണ്ടാക്കാനായി ചാർലി കാറെടുത്തു. മമ്മിയോട് യാത്ര പറഞ്ഞിട്ട് ഉച്ചക്കലത്തെ ഫുഡുമായിട്ട് അവൾ ഇറങ്ങി. കോളേജിലേക്ക് ആക്കിയതിന് ശേഷമാണ് ചാർലി തിരികെ പോയത്. ഷീതു ക്ലാസ്സിലേക്ക് പോകാനായി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നതും മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു സോണിയും അവളുടെ ശിങ്കിടികളും. ഷീതു പെട്ടെന്ന് അവരെ കണ്ടതും ഒരു നിമിഷം വല്ലാതെയായി. തൻ്റെ കൂടെ ആരുമില്ല എന്ന് തോന്നിയതും അവൾക്ക് വല്ലാതെ പേടി തോന്നി.
ഇപ്പോൾ തന്നെ അപായപ്പെടുത്താൻ പോലും സോണി മടിക്കില്ല എന്ന് ഷീതുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം അത്ര ദേഷ്യമാണ് അവൾക്ക് തന്നോട്. അവരെ കണ്ടിട്ടും കാണാത്തതുപോലെ ഷീതു മുകളിലേക്ക് കയറിപ്പോകാനായി തുടങ്ങിയതും സോണി അവളെ കൈകൾ കൊണ്ട് തടഞ്ഞു നിർത്തി. അവൾ സംശയത്തോടെ സോണിയുടെ മുഖത്തേക്ക് നോക്കി. നീ ജയിച്ചുവെന്ന് കരുതണ്ട. ഇന്നലെ അങ്ങേര് വന്നതുകൊണ്ട് മാത്രം നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മിന്നുമാല പൊട്ടിച്ചിട്ട് ഈ സോണി അടങ്ങുള്ളായിരുന്നു. നീ നോക്കിക്കോ, ഈ കോളേജിൽ നിന്നും ഞാൻ പോകുന്നതിന് മുൻപ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മിന്നുമാല ഞാൻ അറുത്തു കളയും. അനാഥയായിട്ട് ജനിച്ചവള് അനാഥയായിട്ട് തന്നെ ജീവിച്ചാൽ മതി. സോണി ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സോണി മോളെ. ഷീതു എന്തോ പറയാനായി തുടങ്ങി. നിർത്തടി. ആരടി നിന്റെ മോള്? ഞാനെന്താടി നിന്റെ അനിയത്തിയാണോ അതോ മോളോ? എന്നെ മോളെ എന്ന് വിളിക്കാൻ നിനക്കെന്താടി അധികാരം? അവൾ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു. സോണി, നീ എന്നെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓർമ്മയുണ്ടോ ഒരു കാലത്ത് നിനക്ക് എന്നോട് എന്ത് കാര്യമായിരുന്നു എന്ന്? അന്ന് ഞാൻ നിനക്ക് എൻ്റെ മനസ്സിൽ നൽകിയ സ്ഥാനം ഒരു അനിയത്തിയുടെ തന്നെയായിരുന്നു. പക്ഷെ നിന്റെ ചേച്ചി എന്ത് മുതൽ എനിക്കെതിരെ തിരിഞ്ഞോ അന്ന് മുതൽ നീയും എനിക്കെതിരായിട്ട് മാറി. നിന്റെ ചേച്ചി എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവൾക്ക് അയാളോടൊരു ഇഷ്ടമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടം പുറത്ത് കാണിക്കില്ലായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തേനെ അയാളെ. എനിക്ക് നന്നായിട്ടറിയാം അയാളെയോ എന്തിന് ഇപ്പോൾ എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടിയ ചാർലി ചായനെയോ നേടാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലെന്ന്. പക്ഷെ നിന്റെ ചേച്ചി എന്നോടൊന്നും തന്നെ പറഞ്ഞില്ല. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് അവൾ പറയാതെ എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. ഷീതു അവളെ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിച്ചു. മതി നിർത്ത്. നീ എന്നെ വീണ്ടും വീണ്ടും മോളേന്ന് വിളിക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്നെ കൊല്ലാൻ പോലും എനിക്ക് തോന്നുന്നുണ്ട്. ശരി, ഒരു പക്ഷേ എൻ്റെ ചേച്ചിക്ക് അയാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അയാളെ എൻ്റെ ചേച്ചിക്ക് വേണ്ടി വിട്ടുകൊടുത്തേനെ. പക്ഷേ നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ എനിക്ക് ചാർലി ചായനെ ഇഷ്ടമായിരുന്നു എന്ന്. തുറന്നു പറഞ്ഞില്ലെങ്കിലും ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമായിരുന്നല്ലോ. എന്നിട്ട് നീ എന്താ ചെയ്തത്? അയാളെ നീ എന്നിൽ നിന്ന് തട്ടിയെടുത്തില്ലേ? അവൾ ദേഷ്യത്തോടെ ഷീതുവിനെ നോക്കി. അതിന് അവൾ തിരികെ മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം എന്തു പറഞ്ഞാണ് അവളെ മനസ്സിലാക്കേണ്ടതെന്ന് ഷീതുവിന് അറിയില്ലായിരുന്നു. നീ നോക്കിക്കോ, നീ ഒരിക്കലും അയാളുടെ കൂടെ സമാധാനമായിട്ട് ജീവിക്കില്ല. എനിക്ക് സ്വന്തമാക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെ നീ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. ഇല്ലാതാക്കിയിരിക്കും ഞാൻ എല്ലാത്തിനെയും. അവൾ ദേഷ്യത്തോടെ ഷീതുവിൻ്റെ നേരെ കൈകൾ ചൂണ്ടി. എന്താ ഇവിടെ? പെട്ടെന്നാണ് ദേവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടത്. അവൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. അവരുടെ പുറകിലായിട്ട് വന്ന് നിൽക്കുകയാണ് ദേവൻ. ഓ, വന്നു മാറണം. അവനെ കണ്ടതും സോണി ദേഷ്യത്തോടെ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. ദേവൻ ആദ്യം നോക്കിയത് ഷീതുവിൻ്റെ മുഖത്തേക്കാണ്. അവളുടെ കണ്ണുകൾ ആകെ നിറഞ്ഞ് ചുവന്നിരിക്കുകയായിരുന്നു. അത് കണ്ടതും തൻ്റെ ഉള്ളിൽ എന്തോ കുത്തി വലിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അവളുടെ മുഖത്തേക്ക് നോക്കിയത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടാകുന്നത് പോലെ അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ പോലെ തന്നെ എന്തോ പറഞ്ഞ് സോണിയും കൂട്ടുകാരും അവളെ നന്നായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ചോദിച്ചത് കേട്ടില്ലേ എന്താ ഇവിടെയെന്ന്? നിങ്ങളെല്ലാവരും കൂടി നിന്ന് ആ കുട്ടിയെ എന്താണ് ചെയ്യുന്നത്? ദേവൻ അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും മറുപടി ഒന്നും തന്നെ പറയാതെ അയാളെ ഒന്ന് നോക്കിയതിനു ശേഷം സോണിയും കൂട്ടുകാരും അവിടെ നിന്നും പോയി. ദേവൻ അവരിറങ്ങിപ്പോകുന്നത് നോക്കി നിന്നു. എന്താ ശീതൾ, എന്താ അവർ പറഞ്ഞിട്ട് പോയത്? ഇന്നലത്തെ പോലെ വഴക്കുണ്ടാക്കാൻ വന്നതാണോ അവര്? അയാൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്കറിയില്ല സർ. ആ കുട്ടിയെ ഇനി എന്ത് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് പോലെയാ അവൾ എന്നോട് സംസാരിക്കുന്നത്. എന്തൊക്കെയോ അവൾ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അവൾക്ക് എൻ്റെ കഴുത്തിൽ മിന്നി കെട്ടിയ മനുഷ്യനെ കിട്ടാതെ പോയത് ഞാൻ കാരണമാണെന്ന് അവൾ പറയുന്നത്. ഷീത വിഷമം സഹിക്കാൻ വയ്യാതെ വന്നതും അയാളെ നോക്കി പറഞ്ഞു. അയാൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. മോള് വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. സങ്കടവും കരച്ചിലും കണ്ട് അയാൾ അവളെ നോക്കി പറഞ്ഞു. അയാൾക്ക് അവളോട് അപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. വേണ്ട സർ, ഞാൻ ക്ലാസ്സിലേക്ക്. അവൾ പെട്ടെന്ന് അയാളെ നോക്കി തിരികെ പറഞ്ഞു. അതെന്താ, എൻ്റെ ഒപ്പം ക്യാൻറ്റീനിൽ വന്ന് ചായ കുടിക്കാൻ പേടിയാണോ? ദേവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമല്ല സർ, അവൾ തിരികെ അയാളോട് പറഞ്ഞു. എങ്കിൽ വാ. അയാൾ വീണ്ടും നിർബന്ധിച്ചതും അവൾ സമ്മതിച്ചു. അവളെയും കൂട്ടി ദേവൻ ക്യാൻറ്റീനിലേക്ക് നടന്നു. രണ്ടുപേർക്കും ഓരോ ചായയും പരിപ്പോടെയും പറഞ്ഞു. പരിപ്പോടെ ഇഷ്ടമാണോ? കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷമാണ് ദേവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത്. എൻ്റെ ഫേവറേറ്റ് പലഹാരവാ. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ മറുപടി പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പരിപ്പോടെയാ. അതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് മോൾക്കത് ഇഷ്ടമാണോ അല്ലയോ എന്ന് ആലോചിച്ചത്. എന്താണെങ്കിലും ഇഷ്ടമാണല്ലോ, അത് മതി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവളും തിരികെ അയാളെ നോക്കി ചിരിച്ചു. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് മോൾക്കൊന്നും തോന്നരുത്. എന്നും ആ കുട്ടി വന്ന് മോളോടിങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുക. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ആണോ? ദേവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവൾ സോണിക്ക് ചാർലിയെ ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ ചാർലി
തന്നെയാണ് വിവാഹം കഴിച്ചതെന്നും അയാളോട് പറഞ്ഞു. എന്നാൽ അവൾ അനാഥയാണെന്നോ ആദത്തിന്റെ കാര്യമോ ഒന്നും തന്നെ അവൾ അയാളോട് പറഞ്ഞു. അപ്പോൾ മോളുടെ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജോ? ദേവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ അവൾ എന്തോ പറയാനായി തുടങ്ങി. ഷീതു, പെട്ടെന്നാണ് ആരോ വിളിച്ചത്. ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ആവണിയായിരുന്നു. ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു. അപ്പോൾ വിഷ്ണുവാ പറഞ്ഞത് നീ ക്യാൻറ്റീനിലേക്ക് പോകുന്നത് കണ്ടെന്ന്. നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കാൻ വന്നതാ. ആവണി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഞാൻ സാറ് വിളിച്ചപ്പോൾ. ഷീതു അത് പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി. മോൾക്കൊരു ചായ പറയട്ടെ? ദേവൻ പുഞ്ചിരിയോട് ചോദിച്ചു. അയ്യോ വേണ്ട സർ, ആവണി പറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് തുടങ്ങാനായിട്ടുള്ള ബെല്ലടിച്ചിരുന്നു. അയ്യോ ബെല്ലടിച്ചു, പോട്ടെ സർ, ഷീതു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. പതിയെ കുടിച്ചിട്ട് വന്നാൽ മതി. ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അവർ. ഞാൻ സ്റ്റാഫ് റൂമിൽ പോയി എൻ്റെ ബുക്ക് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരാം. അപ്പോഴേക്കും രണ്ടുപേരും അങ്ങ് എത്തിയാൽ മതി. അയാൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റതും ആവണിയും ഷീതുവും ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി തലയാട്ടി. ദേവൻ അവിടെ നിന്ന് നടന്നു പോകുന്നത് അവർ രണ്ടുപേരും നോക്കി നിന്നു. എന്ത് നല്ല സ്വഭാവമുള്ള സാറാണല്ലേ. നമ്മളോടൊക്കെ ഇത്ര സ്നേഹമാണെങ്കിൽ സാറിൻ്റെ കുട്ടികളോട് സാറിന് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരിക്കും അല്ലേ ഷീതു? ആവണി അവളെ നോക്കി പറഞ്ഞതും ഷീതു ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം എന്താണെന്ന് പോലും അറിയാത്ത താൻ എങ്ങനെയാണ് അതിന് മറുപടി നൽകേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു.